എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബാലറ്റിന് അതെ, അങ്ങനെ നമ്മുടെ വീഡിയോയുടെ പേര് എന്ത് പറഞ്ഞിട്ട് പറയും. നമ്മുടെ വീടിൻ്റെ പേര് ഓജി ഫാമിലി കൂർക്ക് പറഞ്ഞിട്ട് നമ്മൾ GP കൂർക്ക് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായി. അത് 2 പ്രാവശ്യം എങ്ങനെയോ ഡിലേറ്റ് ആയിപ്പോയി. പിന്നെ അതിൻ്റെ പിന്നെ എല്ലാം ബസ്മാക്കിയിട്ട് നീ യൂട്യൂബ് വേണ്ട ഒന്നും വേണ്ട പറഞ്ഞിട്ട് അങ്ങനെ ഇടുന്നുണ്ടായി. അപ്പം ഞാനേ ഗീതൻ്റെ അടുത്ത് പറഞ്ഞ് എന്തായാലും നമ്മൾ ഓരോരോ യൂട്യൂബ് ആക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ട്. ഓരോ ദിവസവും ചെറിയ ബജ്ജ എന്തെങ്കിലും ഒരു റെസിപ്പി നമ്മൾ ഇപ്പോൾ കുക്കിംഗ് ആക്കണമെങ്കിൽ ഒരു 300 രൂപ 200 രൂപ അങ്ങനെ ചിലവുണ്ട്. അപ്പോൾ ആ വീഡിയോ പിടിക്കണം അത്ര മെനക്കേടുണ്ട്. അത്രയുള്ള വീഡിയോ പിടിച്ചിട്ട് അതെല്ലാം പോയല്ലോ പറയുന്നത്. നമ്മളുടെ 130 വീഡിയോ ആകുമ്പോൾ അത് ഡിലീറ്റ് ആയി പോയി. പിന്നെ നമുക്ക് പിന്നെ 260 എന്തോ ആയിട്ടുണ്ടായി. പിന്നെ ഇപ്പോൾ 260 പറഞ്ഞാൽ 60-65 എന്തോ ആയിട്ടുണ്ടായി. അങ്ങനെ ആവുന്ന നേരത്ത് നമുക്ക് പോകുമ്പോൾ വീഡിയോ ഡിലീറ്റ് ആയി പോകുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. അതെ, എല്ലാവർക്കും അതിൽ വിഷമമുണ്ടാവും. ഗീത പണിക്ക് ഒന്നും പോകില്ല, വീട്ടിലുണ്ടാവും. അപ്പോൾ വീഡിയോ ആക്കിക്കൊണ്ടിരിക്കുക പറഞ്ഞിട്ട് ഞാനേ പറഞ്ഞത് അങ്ങനെ ഒരു യൂട്യൂബ് വീഡിയോ ആക്കട്ടെ. അങ്ങനെ ഒരു ആൾക്കാർ കമന്റ് ആക്കുന്നതും അത് നമ്മൾ ബൈനർ വന്നിട്ട് എത്ര ലൈക്കായി എന്ത് കമന്റ് എത്ര, അതൊരു സന്തോഷം വേറെ. വേഗം വന്നിട്ട് അതേ നോക്കുന്നത്. ഇപ്പൊ നമ്മുടെ വ്യൂസ് എല്ലാം കുറവുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് ചാനലിൽ ഓപ്പൺ ആക്കിയതല്ലേ, അതിനെ കൊണ്ട്. പിന്നെ നമ്മളുടെ എപ്പോഴും നമ്മൾ നോക്കുന്ന എല്ലാ നമ്മുടെ ഫാമിലിക്കാരെല്ലാം കുറേ ആൾക്കാർ ഉണ്ടായി മുമ്പ് ഫസ്റ്റത്തെ വീഡിയോയില്. അവരെല്ലാം പിന്നെയും നമ്മളെ കണ്ടിട്ട് നമുക്ക് സപ്പോർട്ടാക്കണം. അതെ, ഇത് ഈ ഒരു ചെടി ഉണ്ടല്ലോ, ഇത് പറഞ്ഞാൽ ഇവിടെ സേവന്തിക പറയും. കന്നഡത്തിൽ പറയുന്നത് ഇത് സേവന്തിക. പിന്നെ മലയാളത്തിൽ എന്ത് പറയുന്നത് ഈ ചെടി ഇത് ചെറിയൊരു ചെടിയായിരുന്നു. ഇതുപോലത്തെ ഒരു ചെടി ഞാൻ കൊണ്ടുവന്നിട്ട് അവിടെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്നിട്ട് നട്ടത്. ഇത് പൂവാവട്ടെ പറഞ്ഞ് കുറേ ടൈം കാത്തു. കുറേ അതെ, 7th മൈലിലുണ്ടായി. അവിടുന്ന് ഇപ്പോൾ കൊടുന്നിട്ട് ഇത് 1 മാസമായി. ഒരു മാസമായി നമ്മൾ അവിടെ റൂം കളിയാക്കിട്ട് വന്നിട്ട്. റൂം കളിയാക്കിട്ട് അപ്പോൾ പൂച്ചെടിയിൽ പൂവൊന്നും ഉണ്ടായിട്ടില്ല. ഇത് എപ്പാവും പറഞ്ഞോണ്ടായി. ഇത് മഞ്ഞ കളർ പൂവായിരുന്നു കൊണ്ടുവന്നത്. ഇപ്പൊ നോക്കുമ്പോ ചെറിയ ചെറിയ മുട്ടായിട്ട് നിറച്ചു മുട്ട്, ഇല ഒന്നും കാണുന്നില്ല, അത്രയ്ക്ക് പൂവുണ്ട്. നമ്മളിപ്പോ ഡെയിലി വിരിയോ പറഞ്ഞിട്ട് നോക്കണേ. അത് നോക്കാൻ മുട്ട് മാത്രമേ ഉണ്ട്. എപ്പോ വിരിയോ നോക്കണം നമുക്ക്. ഇത് ഒന്ന് വിരിഞ്ഞിന് കുറച്ച്. അതെ, ഇനിയുണ്ട്, കുറച്ചും കൂടെ ഉണ്ട്. ഞാനെന്തായാലും പറയുമ്പോ മോന്തിയായിട്ടുണ്ടായി. അപ്പോൾ തന്നെ ബസ്സെല്ലാം പന്തലെല്ലാം ഇട്ടുന്നത് ഇപ്പൊ കാണാം രാവിലെ. മഴപ്പാറ്റന്റെ ചിറക് കണ്ട മഴപാറ്റ ഇപ്പൊ മഴ ഒരു 2 മഴ അടിച്ചിട്ടേ ഉള്ളൂ നമ്മുടെ ഇവിടെ. ഇങ്ങനെ വന്നിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇത് മഴപ്പാറ്റ ഇനി മഴ തുടങ്ങുമെന്ന് തോന്നുന്നുണ്ട്. അതെ, മഴക്കാറെല്ലാം മഴപ്പാറ്റന്റെ ചിറക്. അപ്പൊ ഇതിന്റെ പുഷു എന്തായിട്ടുണ്ടാവും? ഇതിന്റെ പൂസല്ല തവലകള് വേറെ ചെറിയ ചെറിയ ഇത് തിന്നിട്ടുണ്ടോ, ജീവികൾ തിന്നിട്ടുണ്ടോ. ശരി, മരപ്പണിക്ക് പോണതല്ലേ, നിനക്കറിയാം, എല്ലാവർക്കും അറിയാത്ത പറഞ്ഞിട്ട് അപ്പൊ സുണ്ടിയപ്പോ പോണം. ഇപ്പൊ അവിടേക്ക് പോവാം. ബൈ. ശരി, ബൈ. എല്ലാവർക്കും ചെറിയ ബൈക്കുണ്ടാവുള്ളൂ. ഇങ്ങനെ തന്നെ അല്ലേ ഉണ്ടാവുള്ളൂ. പോയിട്ട് വരണേ. ബൈ. നമ്മളിപ്പോ തമ്പിയേട്ടൻ്റെ അവിടേക്ക് പോയിട്ട് വരാം. ചക്ക പറിക്കണം. പറിച്ചിട്ട് വരാം അല്ലേ. അപ്പൊ നമുക്ക് പോകാം. നമ്മളിപ്പോൾ പോയോണ്ടുണ്ട്. കുറച്ച് അങ്ങോട്ട് ഒരു 10 മിനിറ്റ് നടക്കണത്ര ദൂരം നടക്കണം. അങ്ങനെ പോയിട്ട് വരാം. അവിടെ നല്ല വരിക്ക ചക്കെല്ലാം ഉണ്ട്. അങ്ങനെ അതും കൊണ്ടാണ് പോണത്. അല്ലെങ്കിൽ ചക്കയ്ക്ക് പറഞ്ഞിട്ട് പോക്ക് കുറവ്.
സൈക്കിൾ എടുത്തിന്. സൈക്കിള് കാറ്റൊന്നും ഇല്ലാത്ത സൈക്കിള്. പൂമരം നോക്ക്, ഫുള്ള് പൂവായിന്നല്ലേ ഇപ്പൊ. സക്കത്തായിട്ട് കാണുന്നുണ്ട്. ഇതാ മെയിൻ റോട്ടിൽ കൂടെ പോണം കുറച്ച്. നമുക്ക് പോയിട്ട് വരാം. ജോഡിക്കുന്നതാ എങ്ങനെ? എന്നിട്ട് റൗണ്ടിക്ക് കാൽ ചെയിൻ ആക്കിട്ട് കാലുക്ക് കൈക്ക് കാലുക്ക് കൈക്ക് കൈത്തൊക്കെല്ലാം ആക്കിട്ടുണ്ട് തലക്ക്. നല്ല ഉണ്ടല്ലോ ഇത്. പൂ നല്ല മണം. ഇത് നല്ല രസമുണ്ട്. നല്ലൊരു ഇത് മണം ഉണ്ടാവും പറഞ്ഞാല്. മണം ഉണ്ടാവും. അതിൻ്റെ മണമെല്ലാം പോയിനിപ്പോൾ വിരിഞ്ഞ കൊണ്ട്. നല്ല ഉണ്ടല്ലേ. ഒരു ബേലി സൈഡിലൊരു ചെടി. ഇത് ബേലിയിലെല്ലാം ഉണ്ടാവും. ഇതും നല്ലൊരു പൂവ്. ഇതിൽ ചിലത് സ്ഥലത്തെല്ലാം ഈ പൂവിൽ പാമ്പുണ്ടാവും. ചട്ടായിട്ടുണ്ടാവും. അതിൻ്റെ തലയെല്ലാം ചട്ടായിട്ടുണ്ടാവും. ചട്ട കാന്താരി എന്തോ പറയും അതിന്. അങ്ങനത്തെ പാമ്പെല്ലാം ഉണ്ടാവും. അങ്ങനെ ഇത് വീട്ടിൻ്റെ സൈഡൊന്നും നടുവില്ല. അങ്ങനെ കാട്ട് ബേലി സൈഡിൽ മാത്രം ഇങ്ങനത്തെ ചെടികളെല്ലാം ഉണ്ടാവുള്ളൂ. ഇതൊരു ചെടി നല്ലുണ്ട്. കളറെല്ലാം നല്ലുണ്ട്. പൂവ് ഇതിൻ്റെ കായ് കുരുമുളക് മാതിരി ഉണ്ട്. ഇത് വെളുത്ത ദാസമാണ്. അപ്പോൾ ഇതിനെ തിന്നാൽ നല്ലത് പറയുന്നത്. അപ്പോൾ ഇത് എവിടെ കണ്ടാലും ഞാൻ ഒന്നെടുത്തിട്ട് വായിലിട്ടത് നല്ലതത്. മുടിക്കെല്ലാം നല്ലത്. ഇത് കണ്ണിനെല്ലാം. പേപ്പർ പൂണ്ടാകത്ത് ഇത് അല്ലേ? കുറേ ഉണ്ട് ലൈനക്ക്. എന്താ അപ്പുറത്ത് താഴെ ഇന്നൊരു കളറുണ്ട്. രണ്ട് കളറ്. ഇത് ഇന്നൊരു കളറാണ്. ഇതെങ്ങനെ ഉണ്ട് നമുക്ക്? ഇതെല്ലാം കുറേ ഉണ്ട്. വൈറ്റ് ഏതെല്ലാം കളറുണ്ട്. കണ്ടാലെന്തോ നോക്കിയോണ്ട് നിന്നിന്. അമ്മ എവിടേക്ക്? മുല്ലപ്പൂ പറിക്കാൻ പോകണ്ട് ഒരാളിപ്പോ. നല്ല മണം ഉണ്ടാല്. വീണ് ചെടീൻ്റെ ഉള്ളിൽ പോയിട്ട് വന്നിന്. നല്ല മണം. ഇത് കുറേ ഉണ്ട് ചെടി. ചെടി കുറേ ഉണ്ട്. ഇതെല്ലാം നോക്കുന്നൊക്കെ എത്ര ഇതിലേ പോണല്ലേ? നമ്മൾ പേടിപ്പിക്കല്ലേ? രണ്ടാൾ വന്ന് നിന്ന് വെയിറ്റിംഗ്. നായ്ക്ക് പരിചയമുള്ള കൊണ്ട് ഇതാ നായി കളിക്കുന്ന കണ്ട. ഇവിടെ ഒരു കാന്താരി മുളക് നോക്ക്. മേലക്കല്ലേ? അല്ല മുളക്, പച്ചമുളക്. ഇത് സോറി, പച്ചമുളക്. ഇത് ഒന്ന് താഴേക്ക് പോണ്ട്. അത് മേലേക്ക് പോണ്ട്. ഇങ്ങനത്തെ മുളകുണ്ട് നോക്ക്. നല്ല കാറുണ്ടാവും തോന്നുന്നു അല്ലേ? ഞാനിതേ ഫസ്റ്റ് കണ്ട. ഇപ്പൊ ഇങ്ങനത്തത് ഇത് തമ്പിയേട്ടൻ്റെ ലാസ്റ്റ് മോള്. ആയി. അപ്പോൾ ഇപ്പോൾ ഒരു ചക്ക പറിക്കാൻ പോകണം പറഞ്ഞിട്ട് നിന്നിട്ടുണ്ട്. ചക്ക ഉണ്ട് അവിടെ. നടിരി തോട്ടത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ
പണിയെടുക്കുമ്പോൾ ഇതുപോലെ നടക്കണ്ട ഓർമ്മ. നല്ല പാങ്ങ്, നല്ല തണുപ്പാണ്. വലിയ മരം ചക്ക മൂത്തിന് ഭരിക്ക ചക്ക ഇത്. അപ്പോൾ നമുക്കിപ്പോൾ ചക്ക പൊളിക്കാം. നല്ല പഴുത്ത ചക്ക, മരത്തിലെ പഴുത്തിന്. അതെ, നല്ല മണം വരുന്നുണ്ട്. അതെ, ബർക്കല്ലേ വലിയ ചക്ക മാത്രം, ചോളയല്ല ചെറു ചെറുത് അല്ലേ? കൊറേ ചോള ഉണ്ടാവും, ചെറിയ ചെറിയ ഞാൻ എണ്ണ ഇത് കുറച്ച് നമുക്ക് കയ്യിൽ വെള്ളമാക്കിയിട്ട് ഇതാക്കിയെങ്കിൽ ഇത് കയ്യിലൊന്നും ഒട്ടൂല. ചക്കൻ്റെ മുളഞ്ഞ് ബൂമറാക്കണ ഇതിൽ കടലപ്പൊടിയിൽ എല്ലാം വന്നതാ. എവിടെ എന്ത് കളർ നോക്കി അമ്മ കൊത്തിയുള്ള നല്ല ചക്കപ്പുട്ടെല്ലാക്കാൻ നല്ലുണ്ട്. തിന്നോട്ടെ ഫസ്റ്റ്. മധുരണ്ടോ? എങ്ങനുണ്ട്? സൂപ്പർ സൂപ്പറായി. ഇവിടെ അപ്പു അടിപൊളി. നല്ല മഴ പെയ്തു ഇന്ന്. ഒരു 3 മണിയാകുമ്പോൾ നമ്മൾ മഴ വരുന്ന മുമ്പേ നമ്മൾ ഓടി വന്നതാ. ഇപ്പോൾ തോർന്നിട്ടുണ്ട്. മഴയും അതേമാതിരി കാറ്റും ഉണ്ടായി. അതുകൊണ്ട് നമുക്ക് ഒന്ന് മഴേൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. മഴ പെയ്യുമ്പോൾ എടുക്കണമെന്നുണ്ടായി. ഭയങ്കര കാറ്റും ഇടിയായിരുന്നു. അങ്ങനെ പേടിച്ചിട്ട് അതെടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ വീടെല്ലാം ചോർന്നുകൊണ്ടുണ്ടായി. എല്ലാം ചോർന്നിട്ട് ഇതെല്ലാം വീട്ടിലെല്ലാം ഉള്ളിലെല്ലാം വെള്ളമുണ്ട്. ഫുള്ള് വെള്ളമാണ്. ഒരു കറണ്ടും ഇല്ല. മഴ വന്നാൽ മതി കറണ്ടും പോവും. അങ്ങനെ ഇപ്പോൾ നമ്മൾ 4 മണിയായി. 5 മണിയായി ഇപ്പോൾ. അങ്ങനെ മഴയെല്ലാം നിന്ന് 1 മണിക്കൂർ അടിച്ചല്ലേ മഴ. അങ്ങനെ ഇപ്പം നമ്മൾ ചായയിലെ കുടിച്ചിട്ട് ഇരുന്നത്. പിന്നെ ഇടി മിട്ടിയോണ്ടേ ഉണ്ട്. ഇനിയും മഴ വരും അന്ന് രാത്രിക്ക്. അതെ. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കാക്കി ഷെയറാക്കി സബ്സ്ക്രൈബ്. ബൈ.